നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നോ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട്സിലാവുന്ന ഒരു സിറ്റുവേഷൻ, വാക്ക് തർക്കങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ഇനിയൊരു ബന്ധം തുടരണ്ട എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഇത് അവരുടെ അവസാന തീരുമാനമാണോ എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഒരു റീയൂണിയൻ ഇവിടെ പോസിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളൊരു ഹിഡൻ ട്രൂത്ത് എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവരെന്താണ് ചിന്തിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് പറയാൻ സാധിക്കും, നോ, ദിസ് ഈസ് നോട്ട് ദിയർ ലാസ്റ്റ് ഡിസിഷൻ. ഇത് അവരുടെ അവസാന തീരുമാനമല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, സെക്കൻഡ് 2 of Wands ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ മനസ്സിലെ ഫീലിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പോഴും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി, നിങ്ങൾ വരുമായിരിക്കും, നിങ്ങളൊന്ന് അല്ല വരുമായിരിക്കും എന്നല്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ആലോചിച്ച് നിൽക്കുന്ന ഒരു നിമിഷം, ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെയുള്ളൊരു ഇതാണ് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദ ലവേഴ്സ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ മുമ്പിൽ നിങ്ങൾ കാണുന്നവരിൽ പലരും സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരായിട്ടാണ് കാണുന്നത്. ആ ഒരു പേഴ്സണ് എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ തോട്ട്സിൽ നിന്നും, നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സിൽ നിന്നും കരകയറാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ആൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ എന്തിനാണ് കണ്ടുമുട്ടിയതെന്ന്. ആളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനായിരുന്നു നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്, ഇങ്ങനെ ഒരു വിരഹത്തിൻ്റെ ദുഃഖം എനിക്ക് തരാനാണോ, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി തരാനാണോ ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നിരുന്നത്. ആളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദ വേൾഡ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ലോങ് ഡിസ്റ്റൻസ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ ആളുടെ ഒരു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഐ കാൺ ഫേസ് യു ദ റൈറ്റ് നൗ എന്നാണ്. അതായത് ആൾക്ക് ഇപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടല്ല ഇരിക്കുന്നതെന്നാണ്. അമ്മാതിരി തല്ലുപിടുത്തവും വർത്തമാനങ്ങളൊക്കെ ചിലപ്പം നിങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പിന്നെ ഒന്നും പറയാതെ പോയവരും ഇതിൽ കൂടുതലായിട്ടും കാണുന്നുണ്ട്. ഒരു റീസണും പറയാതെ അങ്ങോട്ട് മറിഞ്ഞ് പോയവരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ എനിക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ആളെ ഫേസ് ചെയ്യാൻ കഴിയില്ല, അങ്ങനെയൊരു തിങ്കിങ്ങിലൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു കുറേ പേർക്ക് ഇത് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ടും ആയിട്ട് വന്നതിൻ്റെ പേരിലാണ് അത് ചെയ്തതെന്നാണ് ഇവിടെ കാണുന്നത്. ആൾ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അവസ്ഥ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ആ ഒരു പേഴ്സണ് ആൾക്ക് പറ്റുമോ, എന്തായിരുന്നു എൻ്റെ അപ്പോഴത്തെ അവസ്ഥ, എന്തിനായിരുന്നു ഞാനതങ്ങനെ ചെയ്തു പോയത് എന്ന് ആൾക്ക് ചിന്തിക്കാനായിട്ട്, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നുണ്ട് ആൾ. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഒന്ന് സമയം വേണമെന്ന് ആൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ ആൾക്കിപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അല്ല കാണുന്നത്. എന്തോ അയാൾക്ക് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഒരുപാടൊരു സ്റ്റക്നെസ്സും ബ്ലോക്കേജും, നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു ബ്ലോക്കേജും കാര്യങ്ങളായിട്ട് കാണുന്നുണ്ട്. ആളുടെ ഒരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കണമേ എന്നാണ് ആളിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാതെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകളൊന്നും ആൾക്ക് പാലിക്കാൻ കഴിയാതെ വന്നു പോയൊരവസ്ഥയും കാണുന്നുണ്ട്. മേ ബി ഒരു ചെറുതായിട്ട് തേർഡ് പാർട്ടി ചീറ്റിംഗ് എനർജി വന്നവർക്കും ഇവിടെ ഒരുപാട് കാണുന്നുണ്ട്, വന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ആ ഒരു ചെറുതായിട്ട് ചീറ്റിംഗ് എനർജിയൊക്കെ വന്നത് അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് എന്നാണ് ആളിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആൾ വിചാരിക്കുന്നുണ്ട്, എന്നോട് ക്ഷമിക്കുമായിരിക്കും, ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ എന്നൊക്കെ ആളിവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട്. പിന്നെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വൈബ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് അങ്ങനത്തെ ചിന്തകളൊക്കെ കടന്നു പോകുന്നൊരു ഇതിലാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് ആഗ്രഹമുണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. കാരണം അപ്പം പറഞ്ഞു പോയ വാക്കുകൾ ഇനി തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ചെറുതായിട്ടൊരു തേർഡ് പാർട്ടി എനർജി അങ്ങനത്തെ ഒക്കെ ഒന്ന് കാണുന്നുണ്ട്. ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ എനിക്കങ്ങനെ നിൻ്റെ അടുത്തേക്ക് വരാനുള്ള സിറ്റുവേഷൻ ആയിട്ട് ഇപ്പോൾ കാണുന്നില്ല, കുറച്ചൊരു ടൈം വേണമെന്ന് ആൾ പറയുന്നതായിട്ട് എനിക്കിവിടെ ഒരു ഫീലിങ്സ് വന്നു. അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, സംഭവിച്ചു പോയതാണ് എല്ലാം. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഒരു പിടുത്തവുമില്ല എന്നൊക്കെയുള്ള ചിന്തയിൽ ആളിരിക്കുന്നുണ്ട്. ഇതെന്തായാലും ആളുടെ ഒരു അവസാന തീരുമാനമല്ല. ഒരുപാട് പേര്
എന്താ പറയുക, സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ആ ഒരു പേഴ്സണെ നിങ്ങൾ സ്വപ്നത്തിൽ ഒക്കെ കാണുന്നുണ്ടായിരിക്കും. കാരണം ആൾ ഒരുപാട് ഓവർ തിങ്കിങ് ആണ് നിങ്ങളെ കുറിച്ചിട്ട്, ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആളെ സ്വപ്നം കാണുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആളുടെ പേരുകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നതോ ഒക്കെ ഉണ്ടായിരിക്കാം. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് എന്നതിന് കുറച്ച് സൈനുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. അതായത് കുറച്ച് പേർക്ക് ഡ്രീമിൽ വരുന്നുണ്ട്. ആൾ ഒരുപാട് തിങ്കിങ് നിങ്ങളെക്കുറിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഡ്രീമിൽ വരുന്നത്. ഒരുപാട് പേർക്ക് അവരുടെ നെയിമുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാനായിട്ട് ഇടയാവുന്നുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഹീ ഈസ് തിങ്കിങ്, അല്ലെങ്കിൽ ഷീ ഈസ് തിങ്കിങ് ഓവർ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ ആൾ പറയുന്നുണ്ട്, ഒരു സ്വപ്നം പോലെ എന്ന് കരുതിയിട്ട് എല്ലാം മറക്കണം. നീ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്തായാലും വരാൻ ഒരു സാധിക്കാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വപ്നം പോലെ നിങ്ങളത് മറക്കണമെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാവരും ഒരുപാട് പേര് ഒരുപാട് മാനിഫെസ്റ്റേഷനും ആരാധനാലയങ്ങൾ സന്ദർശിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ബാലൻസിങ് ആക്കി കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും ഒരു ലോ എനർജി, ബാലൻസ് ഇല്ലാത്ത, തളർന്നു പോവാന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവർ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ വളരെയധികം, നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു പേഴ്സൻ്റെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ബാലൻസിലേക്ക് വരാനായിട്ട് ഒരുപാട് പേര് ഇവിടെ ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് പറയാനായിട്ട് എനിക്കൊന്നേ ഉള്ളൂ, ഇതിൽ റിലീസ് യുവർ നെഗറ്റീവ് എനർജി. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിനു കൂടി ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് യൂണിവേഴ്സായിട്ട് തന്നിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അവിടെ ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ കൊടുക്കുക. പതിയെ പതിയെ ആൾ തിരിച്ചു വരുന്നതായിരിക്കും. ആളുടെ ഡിസിഷൻ ഇപ്പം എന്തായാലും ലാസ്റ്റ് ഡിസിഷൻ ഇതല്ല അവരുടേതും. അവരൊരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗ്ഗങ്ങളും. എന്നാൽ പോലും അവിടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവർ എത്തിച്ചേരാനായിട്ട് തന്നെ ശ്രമിക്കും. ഇൻ ഫ്യൂച്ചർ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അത് സംഭവമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് കാർഡ്സ് ആണ്. ആൻഡ് 10 ഓഫ് കപ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദ വേൾഡ് കാർഡ്, 3 ഓഫ് കപ്സ്, ഇതെല്ലാം പോസിറ്റീവ് കാർഡ്സ് ആണ്. ആൾ എന്തായാലും നിങ്ങളിലേക്ക് പതുക്കെ തിരിച്ചു വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കത് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളെപ്പോൾ ഒരു സെൽഫ് ലവ് ആൻഡ് സെൽഫ് സ്റ്റാൻഡിൽ നിൽക്കാൻ പഠിക്കുന്നുവോ, നിങ്ങളിലേക്ക് ഫോക്കസ് തിരിക്കുന്നുവോ, അപ്പോഴത്തേക്കും ആളെ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുതരുന്ന ഈ ഒരു ഗ്യാപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് അനിവാര്യമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, രണ്ടുപേർക്കും. അപ്പോൾ യൂണിവേഴ്സ് പതുക്കെ നിങ്ങളിലേക്ക് എത്തിച്ച് കൊണ്ടുതരുന്നതായിരിക്കും. ഇനി അവർക്ക് നിങ്ങളെടുത്ത് പറയാനുള്ള എന്തെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതെൻ്റെ തെറ്റായിരുന്നു, പക്ഷേ നിന്നെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി. എൻ്റെ തെറ്റുകൾ മറച്ചു വെച്ചിട്ട് നിന്നെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളോട്. ഇപ്പോൾ ആൾ ചിന്തിക്കുന്നത്, ഇതിൽ നിന്നും, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ആൾക്ക് ഇപ്പോൾ ഗ്യാപ്പ് വന്നപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റിയതും, എന്താ പറയുക, ഒരു സ്പിരിച്വൽ ലെസൺ, കാര്യങ്ങൾ എന്താണ് സത്യം എന്താണ് തെറ്റ് എന്നെല്ലാം പഠിക്കാനായിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അയാൾക്കൊരു പാഠമായിരുന്നു എന്നാണ് ആൾ വിചാരിക്കുന്നത്. ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. ആൾ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറിയിട്ട് ആഗ്രഹിക്കുന്ന പോലെ വീണ്ടും ഒന്നിക്കാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്.